വനയാത്രയും അറിഞ്ഞ ദശരഥൻ്റെ പത്നിമാർ ഒന്നിച്ച് ആർത്തനാദം മുഴക്കി. മകൻ്റെ ശ്രേയസ്സിന് ഹോമം നടത്തി വ്രതാനുഷ്ഠാനത്തോടെയിരിക്കുന്ന കൗസല്യയോട് രാമൻ തൻ്റെ അഭിഷേക വിഘ്നത്തെപ്പറ്റിയും വനയാത്രയെപ്പറ്റിയും അറിയിച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ പതിച്ചൊരു ദേവതയെന്ന പോലെ കൗസല്യ മോഹാലസ്യപ്പെട്ടു. രാമൻ്റെ ശുശ്രൂഷയേറ്റ് അവർ എഴുന്നേറ്റിരുന്നു പറഞ്ഞു, രാമൻ ജനിച്ച ശേഷമുള്ള 17 സംവത്സരങ്ങളാണ് താൻ സുഖമെന്തെന്നറിഞ്ഞത്. മേലിലും സപത്നിയുടെ മുമ്പിൽ താണു തൊഴുതു നിൽക്കേണ്ടി വരുന്നു. കുട്ടിയെ പിരിഞ്ഞ പശുവിനെ പോലെയായി തീർന്ന താൻ മരിക്കുന്നില്ലല്ലോ. തീർത്തും ആരുമില്ലാത്തവളായി തീർന്ന ഞാൻ രാമനോടൊപ്പം കാട്ടിലേക്ക് പോകുന്നതാണ്. സപത്നി ദുഃഖം സഹിക്കാൻ ഇനിയും വയ്യ. കൗസല്യയുടെ സങ്കടം ലക്ഷ്മണൻ്റെ കോപം അത്യുഗ്രമാക്കി. എൻ്റെ പരാക്രമത്താൽ അമ്മയുടെ ദുഃഖം സൂര്യൻ ഇരുട്ടിനെ എന്ന പോലെ ഇല്ലാതാക്കുന്നതാണ്. കൈകേയിയിൽ ഭ്രമിച്ച് ചപലനായി തീർന്ന പിതാവിനെ നിഗ്രഹിക്കുന്നത് പോലും അധാർമികമല്ല, ലക്ഷ്മണൻ പ്രഖ്യാപിച്ചു. തനിക്ക് അച്ഛനോളം തന്നെ മകനിൽ അവകാശമുണ്ടെന്നതിനാൽ തൻ്റെ വാക്ക് മകൻ അനുസരിക്കേണ്ടതാണെന്ന് കൗസല്യ പലവട്ടം പറഞ്ഞു. കോപാന്തനായി നിൽക്കുന്ന ലക്ഷ്മണനെയും അമ്മയെയും നോക്കി ശാന്തനായി ലക്ഷ്മണനെ അനുനയിപ്പിക്കാൻ രാമൻ ശ്രമിച്ചു. ഈ ലോകത്തിൽ അദ്വിതീയമായിട്ടുള്ളത് ധർമ്മമാണ്. സത്യം പുലരുന്നത് ധർമ്മത്തിലാണ്. അച്ഛൻ്റെ വാക്കുകൾ ധർമ്മനിഷ്ഠമാണ്. ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ അച്ഛൻ, അമ്മ, ബ്രഹ്മജ്ഞാനി എന്നിവരുടെ വാക്കുകൾ പാഴിലാക്കരുത്. അതിനാൽ തന്നെ അച്ഛൻ്റെ കൽപ്പന അനുസരിക്കുക തന്നെ വേണം. ഇളയമ്മ പറഞ്ഞ വാക്കുകൾ അച്ഛൻ്റേതു തന്നെയായി സ്വീകരിക്കണം. അതിനാൽ ലക്ഷ്മണ, കോപതാപങ്ങളും അവിവേകവും വെടിഞ്ഞ് എൻ്റെ അഭിപ്രായം നീ സ്വീകരിക്കണം. സുഖം, ദുഃഖം, ക്ഷമ, കോപം, ലാഭം, നഷ്ടം, അഭിവൃദ്ധി, നാശം തുടങ്ങി മനുഷ്യൻ നേരിടുന്നതൊക്കെ ഭഗവത് കർമ്മങ്ങളാണ്. മഹർഷീശ്വരന്മാർ പോലും ദൈവഗതിക്ക് വിധേയരായാണ് എന്നറിയുക. രാമൻ്റെ ഹൃദയത്തിൽ ധർമ്മം സുസ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ടതിനാൽ അഭിഷേക വിഘ്നം രാമനിൽ ചലനമൊന്നും ഉളവാക്കിയില്ല. തന്നോടൊപ്പം വനവാസത്തിന് തയ്യാറായ അമ്മയെ ധർമ്മനീതികൾ പറഞ്ഞ് രാമൻ പിന്തിരിപ്പിച്ചു. എന്നാൽ ലക്ഷ്മണൻ രാമൻ്റെ അഭിഷേകം വീണ്ടും നടന്നു കാണാനുള്ള തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വീരലോകങ്ങളൊന്നും വേണ്ട, അത്യുഗ്ര പരാക്രമിയായ രാജാവിനെ നേരിടാൻ എൻ്റെ കൈകൾ മതി. വില്ല് ആഡംബരത്തിനുള്ളതല്ല, ഖഡ്ഗം കെട്ടിത്തൂക്കാനുള്ളതല്ല, നിശ്ചിത ചാപങ്ങൾ രാജാവിൻ്റെ നേർക്ക് തൊടുക്കുവാനുള്ളതാണ്. ലക്ഷ്മണൻ ജ്വലിക്കുകയാണ്. രാമൻ ലക്ഷ്മണനെ സ്വാന്തനിപ്പിച്ചു. ഉണ്ണി, അച്ഛൻ്റെ ആജ്ഞയിൽ അടിപതറാതെ നിൽക്കുന്നവനാണ് ഞാൻ. സൗമ്യനാവോ ലക്ഷ്മണ. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴി ഇതാണെന്ന് മനസ്സിലാക്കൂ. പുത്രശോകം കൊണ്ട് വിലപിക്കുന്ന കൗസല്യയെ രാമൻ വീണ്ടും തൻ്റെ ധർമ്മനിഷ്ഠ അറിയിച്ചു. മരിക്കുന്നതുവരെ ഒരു സ്ത്രീക്ക് സ്വാമിയും ഈശ്വരനും ഭർത്താവാണ്. മഹാബുദ്ധിമാനായ പിതാവ് ജീവിച്ചിരിക്കെ അമ്മ അനാഥയുമല്ല. രാമൻ സ്വാന്തനിപ്പിച്ചു. ആരണ്യവാസത്തിനായി ദൃഢനിശ്ചയം ചെയ്ത മകനെ അമ്മ സാദരം നോക്കി. കൗസല്യയുടെ മോഹമകന്നു. മഹാധന്യയായ ആ മാതാവ് ഏറ്റവും അർത്ഥപൂർണങ്ങളും മംഗളകരങ്ങളുമായ സ്വസ്തിവാക്കുകൾ കൊണ്ട് മകനെ അനുഗ്രഹിച്ചു. ശ്രീരാമചന്ദ്രൻ അമ്മയെ പ്രദക്ഷിണം വച്ച് പലതവണ ദണ്ഡനമസ്കാരം ചെയ്ത് സീതാമന്ദിരത്തിലേക്ക് യാത്രയായി. അഭിഷേക വിഘ്ന വൃത്താന്തമൊന്നും സീത അറിഞ്ഞിരുന്നില്ല. ആളകമ്പടിയില്ലാതെ വാടിയ മുഖത്തോടെ എത്തിയ പ്രിയതമനെ കണ്ട് സീത പലതും ശങ്കിച്ചുകൊണ്ട് ഹേതു അറിയാൻ ഒറ്റ ശ്വാസത്തിൽ ഒന്നിലധികം ആശങ്കകൾ അറിയിച്ചു. വളരെ കാര്യമാത്ര പ്രസക്തമായി രാമൻ തൻ്റെ വനയാത്ര സീതയെ ധരിപ്പിച്ചു. രാജാധികാരം കൈവരുന്ന ഭരതന് യാതൊരു അഹിതവും സീത വരുത്തരുത്. രാജാക്കന്മാരെ ക്ഷോഭിപ്പിക്കരുത്. അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിച്ച് ഭരതൻ്റെ ഹിതാനുവർത്തിയായി സീത 14 സംവത്സരങ്ങൾ കഴിയണം. അധികാരം കൈയാളുന്ന ഭരതൻ രാജാവും നാടിനും വംശത്തിനും നേതാവുമാണ്. ശ്രീരാമൻ്റെ ഗുണങ്ങൾ ഭരതൻ കേൾക്കെ പറയരുത്. സീത അത് എപ്പോഴും ഓർക്കണം. രാജാവ് സീതയിൽ സംപ്രീതനാകണം. പ്രിയതമയും പ്രിയഭാഷിണിയുമായ സീത അഭിഷേക വിഘ്നമറിഞ്ഞ് ഖേദിച്ചില്ല. എന്നാൽ രാമൻ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു വെറും സാധാരണ ഭാര്യയോട് പറയേണ്ടവയാണെന്ന് സീതയ്ക്ക് തോന്നി. ഞാൻ അങ്ങനെയൊരു സ്ത്രീ അല്ല.
രാമൻ എവിടെയോ അവിടെയാണ് സീത. രാമനെ പിരിഞ്ഞൊരു സീതയില്ല. അച്ഛനമ്മമാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഭർത്തൃശുശ്രൂഷാവ്രതം മുടക്കാൻ സീത തയ്യാറല്ല. രാമനോടൊപ്പം കൊടുങ്കാട്ടിലും കഴിയാനാണ് സീതയുടെ നിശ്ചയം. കാടിൻ്റെ ഗഗന ഭയങ്കരത, വന്യജീവിതത്തിൻ്റെ കൊടും യാതനകൾ, നേരിടേണ്ടി വരുന്ന അജ്ഞാത വിപത്തുകൾ, മനുഷ്യനെ പിടിച്ചു തിന്നുന്ന നരഭോജികളുടെ സാന്നിധ്യം ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞ് സീതയെ പിന്തിരിപ്പിക്കാൻ രാമൻ ശ്രമിച്ചു. ആ വിദേഹ രാജപുത്രി, മഹാലക്ഷ്മി തന്നെയായ സ്ത്രീരത്നം അടിപതറാതെ തൻ്റെ ഭർത്താവ് എവിടെയോ അവിടെ താനും എന്ന് ഉറച്ചു നിന്നു. അതുമാത്രമല്ല, സീത കൂട്ടിച്ചേർത്തു, എൻ്റെ മുഖലക്ഷണം നോക്കി വിദേഹരാജ്യത്ത് വെച്ച് ഒരു ബ്രഹ്മജ്ഞാനി പ്രവചിച്ചിരുന്നു, തനിക്ക് വനവാസയോഗമുണ്ടെന്ന്. അത് സത്യമായിക്കൊള്ളട്ടെ. അതിഭീഷണങ്ങളായ സാഹചര്യങ്ങൾ നിറഞ്ഞ കൊടുങ്കാട്ടിലേക്ക് അതിപേലവഗാത്രിയായ സീതയെ കൊണ്ടുപോകാൻ രാമന് മനസ്സ് വന്നില്ല. പക്ഷേ സീതയെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് മനസ്സിലായപ്പോൾ ഘോരാരണ്യത്തിൽ തൻ്റെ സഹധർമ്മചാരിണിയായി വസിച്ച് ജനകവംശത്തിനും രഘുവംശത്തിനും അനശ്വര യശസ്സുണ്ടാക്കാൻ കാട്ടിലേക്ക് പോരുവാൻ രഘുനന്ദനൻ സീതയെ അനുവദിച്ചു. ആ സതീരത്നം ഗുരുവര്യന്മാർക്ക് ദാനങ്ങൾ നൽകി ഭർത്താവോടൊപ്പം വനയാത്രയ്ക്ക് തയ്യാറായി. ആ അവസരത്തിൽ ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി പാദങ്ങൾ കെട്ടിപ്പുണർന്ന് രാമനെ അനുയാത്ര ചെയ്യാൻ തന്നെയും അനുവദിക്കണമെന്ന് യാചിച്ചു. അച്ഛനമ്മമാരോടുള്ള കടമകൾ രാമൻ ഓർമ്മിപ്പിച്ചതൊന്നും ലക്ഷ്മണനെ പിന്തിരിപ്പിച്ചില്ല. ലക്ഷ്മണൻ ന്യായങ്ങൾ നിരത്തി. ശ്രീരാമചന്ദ്രൻ്റെ ദിവ്യശക്തി കൊണ്ട് തന്നെ കൗസല്യാദേവിയും മാതാവ് സുമിത്രയും സുരക്ഷിതരായിരിക്കും. കൗസല്യ വലിയമ്മയ്ക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് 1000 ഗ്രാമങ്ങൾ സ്വന്തമായുണ്ട്. തൻ്റെ അമ്മയെയും അതുപോലെയുള്ളവരെയും സംരക്ഷിക്കാൻ കൗസല്യ മാതാവിന് ഒരു വിഷമവുമില്ല. വില്ല്, അമ്പ്, കൈക്കോട്ട്, കുട്ട ഇവയെടുത്ത് താൻ ജ്യേഷ്ഠൻ്റെ മുമ്പിലുണ്ടാകും. ലക്ഷ്മണൻ്റെ ദൃഢനിശ്ചയം ശ്രീരാമന് ബോധ്യമായി. അദ്ദേഹം പറഞ്ഞു, ജനകരാജർഷിയുടെ യാഗത്തിൽ വെച്ച് ലഭിച്ച ദിവ്യാസ്ത്രങ്ങൾ, അമ്പൊടുങ്ങാത്ത ആവനാഴി, പോർച്ചട്ടകൾ, നിശിത ഖഡ്ഗങ്ങൾ എന്നിവയെടുത്ത് കൂടെ പോന്നുകൊള്ളുക. വനയാത്രയ്ക്ക് മൂവരും തയ്യാറായി കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച സൗമിത്രി ലക്ഷ്മണൻ അർഹിക്കുന്നവർക്കെല്ലാം കുബേരനെ പോലെ വാരിക്കോരി ദാനം നൽകി. ഞങ്ങൾ തിരികെ വരുന്നതുവരെ ലക്ഷ്മണൻ്റെയും എൻ്റെയും ഭവനങ്ങളിൽ ഓരോ കാര്യത്തിനും പ്രത്യേകം ആളുണ്ടായിരിക്കണം. രാമൻ ഭൃത്യജനങ്ങളെ ചുമതലപ്പെടുത്തി. പൗരാവലി ഒന്നടങ്കം ഇളകി വശായി. അവർ ഒന്നാകെ രാമനോടൊപ്പം, രാമൻ എവിടെയായാലും അവിടെ എന്നായി. തങ്ങൾ ഉപേക്ഷിച്ച നാട്ടിൽ പുത്രനോടുകൂടി കൈകേയി വാണ് കൃതകൃത്യയാകട്ടെ. പുല്ലും കായ്കനികളും മാംസവും തിന്ന് മതിക്കുന്ന ക്ഷുദ്രജീവികൾ നിറഞ്ഞ അയോധ്യ അവർ ഭരിക്കട്ടെ. ശ്രീരാമചന്ദ്രനെ ശുശ്രൂഷിച്ച് ഞങ്ങൾ പ്രജകളെല്ലാം വനത്തിൽ പാർക്കും. പൗരന്മാരുടെ പ്രതിജ്ഞയും ദൈന്യത നിറഞ്ഞ വിലാപവും കേട്ടിട്ടും രാമൻ്റെ മനസ്സിന് പതർച്ചയുണ്ടായില്ല. രാമൻ താൻ ആർജിച്ച ധനമെല്ലാം ദാനം ചെയ്ത ശേഷം വനയാത്രയ്ക്കൊരുങ്ങി. ബന്ധുമിത്രാദികളോട് യാത്ര ചോദിച്ച് ദശരഥനെ കാണാനെത്തി. മകൻ മുന്നിലെത്തുമ്പോഴേക്ക് ദശരഥൻ തൻ്റെ 350 പത്നിമാരെ സുമന്ത്രരെ കൊണ്ട് വിളിപ്പിച്ച് കൗസല്യയോടൊപ്പം മുന്നിൽ നിർത്തി. ലക്ഷ്മണ സീതാ സമേതനായ ശ്രീരാമചന്ദ്രനെ കണ്ട് അവർ ഉച്ചത്തിൽ വിലപിച്ചു. യാത്ര ചോദിച്ച രാമനോട് രാജാവ് പറഞ്ഞു, ഓമന മകനെ, കൈകേയിക്ക് നൽകിയ വാക്കുപാലിക്കാൻ ഭ്രാന്തനായി തീർന്ന ഈ അച്ഛനെ നീ പിടിച്ചു കെട്ടിയിട്ട ശേഷം അയോധ്യയിലെ രാജാവാകൂ. പിതാവ് സത്യവാദിയായി തന്നെ ജീവിച്ച് അയോധ്യ ഭരിക്കണമെന്ന രാമൻ്റെ തീരുമാനത്തിന് ഇളക്കമുണ്ടായില്ല. ബോധാബോധങ്ങളുടെ വിളുമ്പിൽ നിന്ന് ദശരഥൻ രാമനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞ് പിറ്റേന്നാകാം വനയാത്ര. ഒരു രാത്രി കൂടി അയോധ്യയിലെ സുഖങ്ങളിൽ മുഴുകിയിട്ട് എന്തു ഫലം? രാമൻ അത് അനുവദിച്ചില്ല. വാക്കുമാറിയാലോ എന്ന ഉത്കണ്ഠയോടെ നിൽക്കുകയാണ് കൈകേയി. ആ ദുഷ്ടയായ രാജ്ഞിയെ നോക്കി സുമന്ത്രർ പറഞ്ഞു, കൈകേയിയുടെ അമ്മ ദുർവാശിക്കാരിയായിരുന്നുവെന്ന് കേൾവിയുണ്ട്. ഒരിക്കൽ ഒരു ദിവ്യൻ കേകേയി രാജാവിനൊരു സിദ്ധി നൽകി. എല്ലാ ജീവികളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു രാത്രി രാജാവ് ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറുമൊരു കീടമായ ഉറുമ്പിൻ്റെ സംഭാഷണം കേട്ട് അദ്ദേഹം ഉറക്കെ ചിരിച്ചു. രാജ്ഞി അതിൻ്റെ കാരണം തിരക്കി. തനിക്ക് കിട്ടിയ വരത്തെയും ആ സിദ്ധി പുറത്തു മറ്റൊരാളോട് പറഞ്ഞാൽ ജീവഹാനി സംഭവിക്കുമെന്ന മുന്നറിയിപ്പും രാജാവ് പറഞ്ഞു.
രാജാവ് ജീവിച്ചാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ടില്ല, രഹസ്യം അറിഞ്ഞേ തീരൂ എന്ന് രാജ്ഞി വാശി പിടിച്ചു. ധർമ്മസങ്കടത്തിലായ രാജാവ് ദിവ്യനെ കാര്യം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, അവൾ ചാകട്ടെ, അല്ലെങ്കിൽ പോകട്ടെ. ഭർത്താവിനോട് തരുമ്പം സ്നേഹമില്ലാത്ത അവളോട് ഒന്നും പറയരുത്. ദിവ്യൻ്റെ നിർദ്ദേശം രാജാവ് അനുസരിച്ചു. പത്നിയുടെ അപേക്ഷ അദ്ദേഹം നിസ്സാരമായി തള്ളി. പെൺമക്കൾക്ക് അമ്മയുടെ സ്വഭാവവും ആൺമക്കൾക്ക് അച്ഛൻ്റെ പ്രകൃതവുമാണെന്ന് പ്രസിദ്ധം. ദുർബുദ്ധി പാരമ്പര്യമായി കിട്ടിയ കൈകേയി രാജ്യത്തെ തകർക്കുന്നതാണെന്ന് കണ്ട് സുമന്ത്രർ വിനാശകരമായ തീരുമാനത്തിൽ നിന്ന് കൈകേയി പിന്തിരിയണമെന്ന് തൊഴുകൈയോടെ അപേക്ഷിച്ചു. എല്ലാം വിഫലമായി. തുടർന്ന് ദശരഥൻ കൽപ്പിച്ചു, അയോധ്യയിലെ സകലവിധമായ ഐശ്വര്യവും ചതുരംഗപ്പടയും സ്ത്രീ പുരുഷന്മാരടങ്ങിയ ഉത്തമ പ്രജകളും ശ്രീരാമനോടൊപ്പം കാട്ടിലേക്ക് പോകട്ടെ. ശ്രീമാനായ പുത്രന് എന്തെല്ലാമാണോ ആനന്ദമുണ്ടാക്കുന്നത് അതെല്ലാം ഒപ്പം ഉണ്ടാകണം. രാജാവിൻ്റെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് കൈകേയി പറഞ്ഞു, സുഖസാധനങ്ങളെല്ലാം പോയി നിർധനവും ശൂന്യവുമായ നാട് ഭരതൻ ആവശ്യമില്ല. ശ്രീരാമൻ പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി അഭിപ്രായം അറിയിച്ചു. സകലതും ത്യജിച്ചുകൊണ്ടാണ് ഞാൻ വനവാസത്തിന് പോകുന്നത്. മരവുരിയും കൈക്കോട്ടും കുട്ടകളും മാത്രം മതിയാകും. പെട്ടെന്ന് തന്നെ കൈകേയി 3 പേർക്കും മരവുരി നൽകിക്കഴിഞ്ഞു. അതെങ്ങനെ ധരിക്കണമെന്നറിയാതെ സീത ഭർത്താവിനെ നോക്കി. അത് കണ്ട അന്തഃപുര സ്ത്രീകൾ കണ്ണീർ പൊഴിച്ചു. അവർ പറഞ്ഞു, ഭരതൻ ദശരഥപുത്രനാണ്. ആ കുമാരൻ അമ്മയുടെ ധാർഷ്ട്യം പൊറുക്കുകയില്ല. ഭരതനെത്തിയാൽ ആ കുമാരൻ രാമനോടൊന്നിച്ച് കാട്ടിലേക്ക് പോകും. സീത മരവുരി ധരിക്കാൻ ദശരഥൻ അനുവദിച്ചില്ല. ജനകരാജപുത്രി സർവാഭരണഭൂഷിതയായി വേണം പോകേണ്ടത്. വനത്തിൽ കഴിയുന്ന കാലമത്രയും ധരിക്കത്തക്ക വിധത്തിൽ വസ്ത്രാഭരണങ്ങൾ നൽകണം. രാമചന്ദ്രൻ അച്ഛനോട് ഒന്നേ ആവശ്യപ്പെടുകയുണ്ടായുള്ളൂ. വൃദ്ധയും സുശീലയുമായ തൻ്റെ അമ്മ മക്കളെ പിരിഞ്ഞ് അതീവ ദുഃഖിതയായിരിക്കുന്നു. അമ്മ അച്ഛനെ ഒരിക്കലും നിന്ദിക്കുകയില്ല. അച്ഛൻ അമ്മയെ ബഹുമാനിച്ചു രക്ഷിക്കണം. അല്പമായ ശ്രദ്ധ കൊണ്ടുപോലും അമ്മ സന്തുഷ്ടയാകുന്നതാണ്. ആപത്തുകാലത്ത് ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീകളാണ് അധികവും. ഭർത്താവിൻ്റെ കഷ്ടകാലത്തിലും അയാളെ പിന്തുടരുന്നത് അപൂർവമാണ്. സീത ഇതിനൊരു അപവാദമായിരിക്കുന്നു. ഭർത്താവ് കുചേലനായാലും കുബേരനായാലും സീത മഹാസതിയായതിനാൽ ഭർത്തൃശുശ്രൂഷയ്ക്ക് ദുർഘടമായ വനവാസം സ്വീകരിച്ചിരിക്കുന്നു, കൗസല്യ പറഞ്ഞു. രാമൻ്റെ അംഗരക്ഷകനായി വനവാസത്തിന് തയ്യാറായി നിൽക്കുന്ന ഓമനപുത്രൻ ലക്ഷ്മണന് മഹാസ്വാധ്യായ സുമിത്ര യാത്രാനുമതി നൽകി. ദണ്ഡകാരണ്യത്തിലെത്തിയാലും ജ്യേഷ്ഠൻ്റെ അനുസരണയുള്ള അനുജനായിരിക്കണമെന്നും ജീവിത വിജയത്തിനും ശത്രുവിനാശത്തിനും ആയിരിക്കണം ഈ യാത്രയെന്നും സുമിത്ര പറഞ്ഞു. ആ മഹാമനസ്സിന് തുടർന്നു പറഞ്ഞു, ഇത് ഓർമ്മിക്കുക മകനെ. ഇന്നു മുതൽ ശ്രീരാമചന്ദ്രനെ അച്ഛനായി കരുതണം. ഈ അമ്മ തന്നെ സീത. അടവി അയോധ്യയാണെന്ന് സങ്കല്പിക്കുക. മകനെ, സുഖമായി പോകൂ. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. വനയാത്രയ്ക്ക് തയ്യാറെടുത്ത സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ്റെ യാത്രയ്ക്ക് സുമന്ത്രർ തീര് തയ്യാറാക്കി. സൂര്യസദൃശ്യം വെട്ടിത്തിളങ്ങുന്ന രഥത്തിൽ സർവാലങ്കാരഭൂഷിതയായ സീതാദേവി ആദ്യം കയറി. അഗ്നിതുല്യമായ ആ കനകത്തേരിൽ രാമനും ലക്ഷ്മണനും കയറി. അയോധ്യാനിവാസികളുടെ വെളിച്ചം കെട്ടു. തിരിയക്കുകൾ കൂടി അനാഥരെന്ന മട്ടിൽ വിലപിച്ചു. രഥം മുന്നോട്ടു കുതിച്ചപ്പോൾ പിന്തുടരുന്ന വിലാപം കേട്ട് രഘുനന്ദനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രാജപാതയുടെ നടുവിൽ കരഞ്ഞുകൊണ്ട് രഥത്തെ അനുയാത്ര ചെയ്യുന്ന മാതാപിതാക്കളെയാണ് കണ്ടത്. തേരിന് വേഗം കൂട്ടുക, രാമൻ സുമന്ത്രരോട് നിർദ്ദേശിച്ചു. രഥം കാണാമറയത്തായി. അയോധ്യയിലെ സൂര്യൻ കെട്ടു. നഗരവാസികൾ അനാഥരെ പോലെ അങ്ങുമിങ്ങും നടന്നു. ആനകളും കുതിരകളും അസ്വസ്ഥരായി. അന്തഃപുരത്തിൽ തിരിച്ചെത്തിയ ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു. കൗസല്യയും കൈകേയിയും കൂടി രാജാവിനെ താങ്ങി. കൈകേയിയുടെ സ്പർശം രാജാവിനെ പൊള്ളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കു നിന്നെ കാണുകയേ വേണ്ട. എൻ്റെ ബന്ധുവുമല്ല നീ, ഭാര്യയുമല്ല. നിന്നെ പാണിഗ്രഹണം ചെയ്ത് അഗ്നിയെ പ്രദക്ഷിണം ചെയ്തതിനും മറ്റും ഇതാ മോചനം അനുവദിച്ചിരിക്കുന്നു.
അത് ഇഹലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും തുടരും. അയോധ്യാഭരണം ഭരതൻ സന്തുഷ്ടനായി സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ എനിക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യരുത്. നിർത്താതെ വിലപിക്കുന്ന ദശരഥൻ അവ്യക്താക്ഷരങ്ങളോടെ തുടർന്നു കൽപ്പിച്ചു. രാമൻ്റെ അമ്മ കൗസല്യയുടെ അരമനയിലേക്ക് എന്നെ കൊണ്ടുപോകൂ. മറ്റെവിടെയും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. കാളരാത്രിക്ക് തുല്യമായി ആ രാത്രി കടന്നു പോകുന്നു. ശ്രീരാമചന്ദ്രനെ ഓർത്തോർത്ത് കരയുന്ന ദശരഥനെ ശുശ്രൂഷിക്കുകയും അനിയന്ത്രിതമായി കരയുകയും ചെയ്തുകൊണ്ടേയിരുന്നു കൗസല്യ. സുമിത്ര ഇരുവരെയും ആശ്വസിപ്പിച്ച് രാത്രി കഴിച്ചു. ശ്രീരാമചന്ദ്രനെ ആരണ്യവാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി പൗരന്മാരും വിപ്രശ്രേഷ്ഠന്മാരും വിലാപത്തോടെ രഥത്തെ പിന്തുടർന്നു. സംഘം തമസാ നദിയുടെ തീരത്തെത്തി. സുമന്ത്രർ രഥത്തിൽ നിന്ന് കുതിരകളെ അഴിച്ചുമാറ്റി. അനുയാത്ര ചെയ്ത പൗരാവലിയോടൊപ്പം ആ രാത്രി ശ്രീരാമൻ പർണശയ്യയിൽ കഴിച്ചുകൂട്ടി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉറക്കമുണർന്ന ദാശരഥി ക്ഷീണിച്ചുറങ്ങുന്ന പ്രജകളെ നോക്കി സുമന്ത്രനോട് പറഞ്ഞു, ഇനി ഒരു ദിവസവും ഇവർ മരച്ചുവട്ടിൽ ഉറങ്ങാൻ പാടില്ല. അതിനാൽ ഈ പ്രജകൾ ഉറക്കമുണരുന്നതിനു മുൻപ് തേർപൂട്ടി നിർദ്ദിഷ്ട സ്ഥാനമായ തപോവനത്തിലേക്ക് യാത്ര തിരിക്കണം. സുമന്ത്രർ തെളിച്ച രഥം കോസലത്തിൻ്റെ അതിർത്തിയിലെത്തി. രാജകുമാരന്മാർ കോസല രാജ്യത്തെ വന്ദിച്ചു. കോസലത്തിലെ പ്രജകളോടും അവർ യാത്ര ചോദിച്ചു. ത്രിപദഗാമിനി എന്ന് പ്രസിദ്ധമായ ഗംഗാനദിയുടെ തീരത്തെത്തി. ശൃംഗിവേരപുരമാണ് ആ നാട്. ആ രാജ്യം ഭരിക്കുന്ന നിഷാദ രാജാവ് ഗുഹൻ ശ്രീരാമൻ്റെ ആത്മസുഹൃത്താണ്. സ്തപതി എന്ന സ്ഥാനപ്പേരിൽ നാട് വാഴുന്നു. ശ്രീരാമൻ്റെ ആഗമന വൃത്താന്തമറിഞ്ഞ ഗുഹൻ ബന്ധുമിത്രാദികളോടൊത്ത് സീതാലക്ഷ്മണ സമേതനായി ശ്രീരാമൻ വിശ്രമിക്കുന്ന ഓടൽ വൃക്ഷത്തിൻ്റെ സമീപത്തെത്തി അർഘ്യം, പാദ്യം എന്നിവ കൊണ്ട് പൂജയർപ്പിച്ചു. അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന കോസല രാജകുമാരനെ സൽക്കരിക്കാൻ തൻ്റെ രാജ്യവും സമ്പത്തും സേനയും അടിയറ വയ്ക്കാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ് ഗുഹൻ. ഗുഹൻ കൊണ്ടുവന്ന പട്ടുമെത്ത ധരിച്ച് ജലം മാത്രം കുടിച്ച് വൃക്ഷമൂലത്തിൽ ഇലശയ്യയിൽ സീതയോടൊപ്പം ഉറങ്ങുന്നു ശ്രീരാമചന്ദ്രൻ. വേദനയോടെ ഗുഹൻ പറഞ്ഞു, എൻ്റെ സ്വാമി എൻ്റെ ആതിഥ്യം സ്വീകരിക്കാതെ വൃക്ഷമൂലത്തിൽ ഇലശയ്യയിൽ ഉറങ്ങുന്നു. വിപിനത്തിലല്ലാതെ താൻ ഒരു രാജ്യത്തും വസിക്കുകയില്ലെന്ന ദൃഢവ്രതത്തിൻ്റെ മുൻപിൽ വിഷണ്ണനായ ഗുഹനും ലക്ഷ്മണനും ആ രാത്രി സീതാരാമന്മാർക്ക് അംഗരക്ഷകരായി നിലയുറപ്പിച്ചു. മഹാപുരുഷനായ ലക്ഷ്മണന് ഭ്രാതാവിൻ്റെ സ്ഥിതി ഓർക്കുമ്പോൾ കണ്ണുനീറടക്കാൻ കഴിയുന്നില്ല. വിലാപത്തോടെ പലതും പറഞ്ഞുകൊണ്ട് ഗുഹനോടൊപ്പം സൗമിത്ര ഉറങ്ങാതെ കഴിഞ്ഞു. ആ രാത്രി അവസാനിച്ചു. സംഭവങ്ങളുടെ സ്ഥിതിഗതികളെല്ലാം സമഗ്രമായി ഗ്രഹിച്ച ഗുഹൻ ജ്വരാർത്തനായ ആനയെപ്പോലെ കണ്ണുനീർ തൂകി.